നമസ്കാരം ഗൈസ്, ആർജിയാണ്. എനിക്ക് ചെരുപ്പ് കിട്ടാത്തതിന് വിഷമമുണ്ടെങ്കിലും നമുക്ക് പലചരക്ക് കിട്ടി. സേവാഭാരതിക്കാർ നമുക്ക് കുറച്ച് പലചരക്ക് സാധനം തന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് സേവാഭാരതി സാധനം ശ്രുതി ഇറക്കൊണ്ടിട്ടാണ്. ഇതിന് സ്പെഷ്യൽ താങ്ക്സ് കൊണ്ട് നമ്മുടെ വീഡിയോ ആണ് കാസർഗോഡിലെ ജില്ലാ സെക്രട്ടറി സേവാഭാരതിയുടെ പ്രീത ചേച്ചിയാണ്. ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് കൊണ്ടും പിന്നെ ഇവിടുത്തെ എല്ലാ സേവാഭാരതിയുടെ എല്ലാ പ്രവർത്തകർക്കും താങ്ക് യു സോ മച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇതൊക്കെ കണ്ടിട്ട് കുശുമ്പും കുഞ്ഞായ്മയും തോന്നുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് സേവാഭാരതി ഹെൽപ്പ് ചെയ്തത്. ശ്രുതി ഇങ്ങനെ പറയാൻ കാരണം സേവാഭാരതി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോ അതിന് തടസ്സം കുറച്ച് മനുഷ്യർ ഈ നാട്ടിലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശ്രുതി ശ്രുതി പാവം വെയിറ്റ് എടുത്ത് അതൊന്ന് തളർന്ന് വീണ് എല്ലാം വാങ്ങിച്ചു. നടുവേനക്ക് തേക്കാതെ മരുന്ന് വാങ്ങിച്ചില്ല അല്ലെ തേങ്ങ, അതുകൊണ്ട് വാങ്ങിക്കണമായിരുന്നു. ഇനിയിപ്പോ കോടാലിത്തേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ശ്രുതി ചാക്കിൽ സാധനം എടുത്ത് പുറത്തു വെക്കാൻ എല്ലാം വെച്ചിട്ട് കാണിച്ചില്ല ഗൈസ് എന്തൊക്കെയുണ്ടെന്ന്. ഇത്രയും സാധനമാണ് സേവാഭാരതി നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് ഗൈസ്. താഴത്ത് വെച്ചിട്ട് കട്ടൽ വെച്ച് പൊടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഷ്ടപ്പെട്ട് പുറപ്പറക്കാൻ പറ്റില്ല. പുറപ്പറക്കേണ്ട ദിവസമായിട്ടില്ലല്ലോ. ഇത് തേങ്ങ കിട്ടി. തേങ്ങ പന്നി കൊണ്ടിട്ട് നമുക്ക് തേങ്ങ ശരിക്കും ഇല്ലാതെ പെട്ടിരിക്കായിരുന്നു. കുറെ തേങ്ങ പന്നിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സവാള എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഉണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച് സേവാഭാരതി. ആൻഡ് പിന്നെ നമ്മുടെ കാസർഗോഡ് സേവാഭാരതി ജില്ലാ സെക്രട്ടറിയായ പ്രിയ ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും അടിപൊളിയുള്ള സാധനങ്ങളും.